ദശാബ്ദങ്ങളായി ഇരിക്കൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച മുൻ MLA KC ജോസഫിന്റെയും നിലവിലെ ജനപ്രതിനിധിയുടെയും വികസനവിരുദ്ധ സമീപനത്തിനെതിരെ കേരള കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റി രംഗത്ത്. 1982 മുതൽ 2021 വരെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും മന്ത്രിസ്ഥാനം അലങ്കരിക്കുകയും ചെയ്തിട്ടും നൂതനമായ പദ്ധതികളോ സംരംഭങ്ങളോ കൊണ്ടുവരുന്നതിൽ KC ജോസഫ് പരാജയപ്പെട്ടുവെന്നും അതേ രീതി തന്നെയാണ് നിലവിലെ MLAയും തുടരുന്നതെന്നും കമ്മിറ്റി കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ മലയോര ഹൈവേ യാഥാർത്ഥ്യമായതോടെ ആലക്കോട്, നടുവിൽ, ഏരുവേശി, പയ്യാവൂർ, ഉളിക്കൽ മേഖലകളിൽ ഉണ്ടായ മാറ്റങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മണ്ഡലത്തിൽ മറ്റ് വികസന പ്രവർത്തനങ്ങളൊന്നും ദൃശ്യമല്ല. കിഫ്ബി പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ വലിയ തോതിൽ വികസന ഫണ്ട് അനുവദിച്ചപ്പോൾ രാഷ്ട്രീയ വിരോധം മൂലം നിയമസഭയിൽ കിഫ്ബിയെ എതിർക്കാനാണ് KC ജോസഫ് തയ്യാറായത്. കിഫ്ബി ഫണ്ട് സ്വീകരിക്കാൻ വിമുഖത കാട്ടിയത് മണ്ഡലത്തിന്റെ വികസന കുതിപ്പിന് തടസ്സമായെന്ന് യോഗം വിലയിരുത്തി. ആലക്കോട് പാലം, കരുവഞ്ചാൽ പാലം എന്നിവയുൾപ്പെടെയുള്ള പദ്ധതികൾ വൈകാൻ കാരണം ജനപക്ഷ വികസനത്തോടുള്ള ഈ നിഷേധാത്മക നിലപാടാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് 1000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണ്. പ്രകടന പത്രികയിലെ ഭൂരിഭാഗം കാര്യങ്ങളും നടപ്പിലാക്കാൻ സാധിച്ചത് സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലും മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. എന്നാൽ ടൂറിസം സാധ്യതകളേറെയുള്ള ഇരിക്കൂറിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലോ കാർഷിക മേഖലയിൽ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലോ ജനപ്രതിനിധി പരാജയപ്പെട്ടു. കേന്ദ്ര ഫണ്ടുകൾ മണ്ഡലത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിലും MLA തികഞ്ഞ പരാജയമാണെന്ന് കമ്മിറ്റി ആരോപിച്ചു. ഇരിക്കൂറിന്റെ വികസനം ഇടതുപക്ഷത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി രാഷ്ട്രീയ മാറ്റത്തിനായി ജനാധിപത്യ വിശ്വാസികൾ വോട്ട് ചെയ്യണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു. കേരള കോൺഗ്രസ് ഇരിക്കൂർ നിയോജക മണ്ഡലം നേതൃത്വ ക്യാമ്പ് ഉന്നതാധികാര സമിതി അംഗം ജോയിസ് പുത്തൻപുര ഉദ്ഘാടനം ചെയ്തു. ബിജു പുതുപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ഇരിക്കൂർ നിയോജക മണ്ഡലം ഇടതുപക്ഷ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളിക്ക് യോഗത്തിൽ സ്വീകരണം നൽകി. ജോയി കൊന്നക്കൽ, സജി കുറ്റ്യാനുമറ്റം, ജോസ് ചെമ്പേരി, KT സുരേഷ് കുമാർ, PS ജോസഫ്, ബിനു മണ്ഡപം, CJ ജോൺ, VV സേവി, ബിനു ഇലവുങ്കൽ, CB പന്തപ്പാട്ട്, എബിൻ കുമ്പുങ്കൽ, നോബിൻസ് ചെരിപ്പുറം, സോണി അറക്കൽ, സണ്ണി മുക്കുഴി, ജോളി പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു.